ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് സാന്റോസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് അവരുടെ ആരാധകർ അതിക്രമിച്ച് കടന്നു കയറിയതായിരുന്നു. അതായത് നെയ്മർ ജൂനിയർ ഉൾപ്പെടെയുള്ള സാന്റോസ് താരങ്ങളോട് ഇവർ സംസാരിക്കുകയായിരുന്നു. കൂടുതൽ മോട്ടിവേഷൻ അവർക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ പരാതികൾ അവർ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ മാറ്റാൻ താൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നെയ്മർ ജൂനിയർ ഈയൊരു ആരാധകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഈ ആരാധകരെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് അത് നെയ്മർ ജൂനിയറാണ്. ഈ ആരാധകർ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ ആ ഒരു കവാടത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുകയായിരുന്നു. അകത്തേക്ക് കയറാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ പോലീസ് അവരെ തടഞ്ഞു. ആ സമയത്താണ് അവർ ഇങ്ങനെ കൈകൾ ഉയർത്തി കാണിക്കുന്നത്. തങ്ങൾക്ക് താരങ്ങളുമായി സംസാരിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഇതോടുകൂടി നെയ്മർ ജൂനിയർ അതിൽ ഇടപെട്ടു. പോലീസിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ ആരാധകർക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് കടക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുള്ളത്. എല്ലാത്തിനും നന്ദി പറയേണ്ടത് നെയ്മറോട് തന്നെയാണ്. നെയ്മറാണ് അവർക്കുള്ള ഒരു അനുമതി നൽകിയത്, സംസാരിക്കാനുള്ള അനുമതി നൽകിയത്. തുടർന്നാണ് ആരാധകർ അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ കാര്യങ്ങളെ മാറ്റാം എന്നുള്ള ഒരു ഉറപ്പ് ഈ ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ തോൽവി സാന്റോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതേ തുടർന്നാണ് സാന്റോസിന്റെ ആരാധകർ പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുത്തിയത്. ആ മത്സരത്തിൽ തന്നെ സാന്റോസിന്റെ ആരാധകർ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയോടുകൂടി പരിശീലകനായ സേവിയറെ ക്ലബ്ബ് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.